ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധികർത്താവിന്റെ ആത്മഹത്യയിൽ SFI ആണ് ആത്മഹത്യക്ക് കാരണമെന്നുള്ളതാണ് നേതാവിന്റെ അടക്കമുള്ള ആരോപണം. കഴിഞ്ഞ ദിവസം മെറ്റ മുഴുവൻ സെർവർ ഡൗൺ ആകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള മെറ്റയുടെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ ഒരു രാത്രി പ്രവർത്തിക്കുന്ന നിലയുണ്ടായില്ല. പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് വലിയ ആശങ്കയായിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മെറ്റ SFI ഹാക്ക് ചെയ്തു എന്ന നിലയിലേക്ക് അഭിപ്രായ പ്രകടനം നടത്തും എന്നുള്ളത്. അപ്പം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ആ നിലയിലാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും SFI എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ SFI ആണ് ഇതിൻ്റെ കാരണക്കാരി എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം, അതിൻ്റെ ഭാഗമായി നിരവധി തെറ്റായിട്ടുള്ള പ്രചരണം അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ, KPCC പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത് വളരെയധികം ഖേദകരമാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആ കലോത്സവത്തിൽ ഉണ്ടായിരുന്ന നിരവധിയായ വിധികർത്താക്കളിൽ അദ്ദേഹം ഇതിൻ്റെ തുടർച്ചയിൽ അത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്ന നിലയുണ്ടായി. അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള സംഭവമാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ഞങ്ങളുടെ എല്ലാ വിഷമവും ഞങ്ങൾ അറിയിക്കുകയാണ്. ആ കലോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണക്കാർ SFI ആണ്, അല്ലെങ്കിൽ അതിനും SFI അദ്ദേഹത്തെ, ഇപ്പോൾ KPCC പ്രസിഡന്റിൻ്റെയൊക്കെ പ്രതികരണം എന്നുള്ളത് SFI അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ള നിലയിലേക്കുള്ള പ്രതികരണങ്ങൾ നടത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങുകയാണ്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായത് അവിടെ മാർഗംകളിയുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹം മാർഗംകളിയിലെ ജഡ്ജായിരുന്നു. മാർഗംകളിയുമായി ബന്ധപ്പെട്ട് ആ മത്സരത്തിന് റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ തന്നെ നിരവധി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ആ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വിയോജിപ്പും പ്രതിഷേധമൊക്കെ അറിയിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അത് കലോത്സവങ്ങളിൽ സ്വാഭാവികമാണ്. കലോത്സവങ്ങളിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല ക്യാമ്പസുകൾ, അപ്പോൾ ക്യാമ്പസുകളുടേതായ വികാരം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ടിനകത്ത് അപാകത ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ആ നിലയിലുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായ ഘട്ടത്തിൽ സ്വാഭാവികമായും ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഈ ജഡ്ജസുമായി സംസാരിക്കുന്ന, ഞങ്ങളെന്ന് വെച്ചാൽ അതിൻ്റെ സംഘാടകർ, അതിൻ്റെ യൂണിയൻ്റെ ഭാരവാഹി, യൂണിയൻ SFI ആണല്ലോ, സംഘാടകർ ജഡ്ജസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന നിലയുണ്ടായി. അവരുടെ മൊബൈൽ ഉൾപ്പെടെ പരിശോധിക്കുന്ന നിലയുണ്ടായി. ആ ഘട്ടത്തിൽ ചില ക്യാമ്പസുകളിൽ മാർഗംകളി ഉൾപ്പെടെയുള്ള ഡാൻസ് ഇവൻറ്റുകൾ പഠിപ്പിച്ച ചില അധ്യാപകർ, ആ അധ്യാപകരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ ജഡ്ജസിൻ്റെ ഭാഗമായി ഉണ്ടായത് ശ്രദ്ധയിൽപ്പെടുകയും, അങ്ങനെ ഉണ്ടായ ഘട്ടത്തിൽ അതുണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ്. ആ ഘട്ടത്തിൽ തന്നെ സംഘാടകർ, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹികൾ പോലീസിനെ അറിയിക്കുകയും വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അറിയിക്കും. അവർ ആ സർവകലാശാല കലോത്സവം നടക്കുന്ന പരിസരത്തേക്ക് എത്തുകയും ഈ ആളുകളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുക, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അതിൻ്റെ തുടർച്ചയിൽ അവരോട് വിജിലൻസിന് മുൻപിൽ ഉൾപ്പെടെ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പിനകത്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇതിനകത്തൊരു ഘട്ടത്തിലും മാധ്യമങ്ങളെ ഈ വിഷയം ഞങ്ങളാരും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല ഇന്ന ആളുകളാണ് എന്നുള്ളതിനെ സംബന്ധിച്ചു, ഇന്ന ആളുകൾ അഴിമതി നടത്തി അല്ലെങ്കിൽ അവർ കോഴ വാങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളുടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പരിശോധിച്ച് ഞങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനകത്ത് നിയമപരമായി നൽകേണ്ടുന്ന പരാതി നൽകി പോലീസിന് കൈമാറി. സ്വാഭാവികമായും ഞങ്ങൾ ചെയ്യേണ്ടതാണ്. ഉത്തരവാദിത്തപ്പെട്ട സംഘാടക സമിതിയുടെ ഭാരവാഹികൾ, യൂണിയൻ്റെ ഭാരവാഹികൾ ചെയ്യേണ്ടുന്നതാണ്. അത് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒക്കെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ, മലയാള മനോരമയുടെ ഇന്നലത്തെ മുഴുവൻ ഉണ്ടായിരുന്ന ഫ്ലാഷ് ന്യൂസ് ഞങ്ങൾ കാണുകയാണ്. SFI പ്രതിക്കൂട്ടിൽ, ഈ ജഡ്ജിൻ്റെ മരണം SFI പ്രതിക്കൂട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇപ്പോൾ പല മാധ്യമങ്ങളും പറയുന്നത്, ഇപ്പം ഞങ്ങൾ പറയുന്നതല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, KPCC പ്രസിഡന്റ് പറഞ്ഞു, KSU സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ അത് ഏറ്റുപറയുകയാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആളുകൾ, ഇപ്പോൾ അദ്ദേഹം വലിയ മനോവിഷമത്തിൻ്റെ പുറത്തായിരിക്കും മരണത്തിലേക്ക് കടന്നുണ്ടാവുക. ഇദ്ദേഹത്തിൻ്റെ പേര്, ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ, വീഡിയോ വിഷ്വൽ ഉൾപ്പെടെ വെച്ച് കലോത്സവം കോഴ കലോത്സവമാണ്, കലോത്സവത്തിൽ കോഴ വാങ്ങിയ ആളുകൾ പിടിക്കപ്പെട്ടു, ഇവർ കോഴക്കാരാണ് എന്ന് പറഞ്ഞ് 3-4 ദിവസം വിചാരണ നടത്തിയത്, വിധി എഴുതിയത് ഒക്കെ മാധ്യമങ്ങളല്ലേ കേരളത്തിലെ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഈ പറഞ്ഞ ആളുകൾ കോഴ വാങ്ങിയെന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ അഴിമതി നടത്തിയെന്ന്? ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടായി, ഞങ്ങൾ പോലീസിനെ അറിയിച്ചു. പോലീസ് നിയമ നടപടികളും അന്വേഷണങ്ങളും മുന്നോട്ട് പോയി. അതിൻ്റെ വസ്തുതകളൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് ഈ ആളുകളെ കോഴക്കാരായി, അഴിമതിക്കാരായി ചിത്രീകരിച്ചത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിൽ നിന്നല്ല, ചില മാധ്യമങ്ങളാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രതിക്കൂട്ടിൽ SFI വരുന്നതിന് മുൻപ് 1ാമതും 2ാമതും 3ാമതും കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് പ്രതിക്കൂട്ടിൽ വരിക. ഇത് കൊണ്ടുപോയി ഇതും SFI ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് വൈദ്യ പരിശോധന നടത്തിയിട്ടുണ്ടാവുമല്ലോ. SFI അവിടെ അദ്ദേഹത്തെ അടിച്ചു, ആക്രമിച്ചു,
ക്രൂരമായ ആക്രമണം നേരിട്ടു എന്നൊക്കെ മാധ്യമ വാർത്തകൾ ഉണ്ടാവുന്നത് KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെ എന്തും പറയാം. ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾക്ക് വലിയ മനോവേഷം ഉണ്ടാവും. അത് കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് പ്രതിപക്ഷത്ത് ഇങ്ങനെ തുടരേണ്ടി വരുന്നതിന്റെ നീരസം ഉണ്ടാവും, വിഷമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഈ പറഞ്ഞ ഓരോ ദിവസവും ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുമ്പോൾ മിക്ക വാർത്താ ചാനലുകളുടെയും ഒരു അറ്റത്ത് ഒരു മൂലയിൽ സ്കോർ ബോർഡ് കാണിക്കാറുണ്ട്. ആ വിധത്തിൽ ഒരു സ്കോർ ബോർഡ് കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ സ്ക്രീനിന്റെ ഒരു മൂലയിൽ പ്രദർശിപ്പിക്കേണ്ട സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് ഓരോ ദിവസവും രാവിലെ മുതൽ 1, 2, 3 BJPയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ എണ്ണമെടുത്ത് സ്കോർ ബോർഡ് വെക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് പോകുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ളൊരു ചിത്രം നിലനിൽക്കുമ്പോൾ ഏത് വിധേനയും കള്ളപ്രചരണം നടത്തിയും അസത്യം പറഞ്ഞും ഈ നാട്ടിൽ നടക്കുന്ന മരണങ്ങളെപ്പോലും, ഈ നാട്ടിൽ സംഭവിക്കുന്ന ദാരുണമായ മരണങ്ങളെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിലയിലേക്ക് കേരളത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായിട്ടുള്ള KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ മാറുന്നത് ഖേദകരമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ നിലയ്ക്കുള്ള പ്രവർത്തിക്ക് രാഷ്ട്രീയ ചരിത്രം മാപ്പ് നൽകില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. KSU സംസ്ഥാന പ്രസിഡന്റിന്റെ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ആരോപണങ്ങളെ കുറിച്ച് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇപ്പോ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്ന കള്ളത്തരങ്ങൾ ആവർത്തിക്കുന്ന കോളാമ്പി. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ 2 കോളാമ്പി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ മുറുക്കി തുപ്പുന്ന കോളാമ്പി ഉണ്ട്, ആ കോളാമ്പി അല്ല, മറിച്ച് ശബ്ദം കേൾക്കുന്ന കോളാമ്പി ഉണ്ടല്ലോ. ആ കോളാമ്പി നിലവാരത്തിലേക്ക് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഖേദകരമാണ്. ഈ നിലയിൽ നിങ്ങൾക്ക് SFIയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ആ വിമർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അത് ഞങ്ങൾ തിരുത്തപ്പെടേണ്ടുന്ന വിമർശനങ്ങളാണ്, ഞങ്ങൾ തിരുത്തും. സംഘടനയെ പൊതുസമൂഹത്തിന് മുൻപിൽ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അല്ല, ഈ കലോത്സവത്തിന്റെ പ്രാരംഭഘട്ടം മുതലേ ആ കലോത്സവം അലങ്കോലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാർ ഇവാനിയോസ് കോളേജ് കഴിഞ്ഞ് ഏതോരം വർഷങ്ങളായിട്ട് ഓവറോൾ കിരീടം നേടിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പസാണ്. ഇതിന്റെ പോയിന്റ് പട്ടിക പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇവന്റുകൾക്കൊക്കെ മാർ ഇവാനിയോസിന് തന്നെ പ്രൈസ് ഉള്ളത്. അതിലേറ്റവും മികച്ച പ്രകടനം മാർ ഇവാനിയോസിനകത്ത് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ഘട്ടത്തിലാണ് SFI ആ കലോത്സവത്തിനകത്ത് ഇടപെടുന്ന, അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ തെറ്റായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നു. ഈ ആരോപണം 2 ഇവന്റുമായി ബന്ധപ്പെട്ട് അവിടെ ആരോപണം ഉയർന്നു വന്നു. ആ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിനകത്ത് ഇടപെടുകയും പരാതിപ്പെടുകയും ചെയ്തതിന്റെ സംഘാടകരാണ്. ഇതിന് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പരാതി നൽകുന്ന പറഞ്ഞത്, പിന്നീടാണ് SFIയുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഈ പരാതി കൊടുക്കുന്നത്. അല്ല, SFIയുടെ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലല്ല. ആദ്യത്തെ പരാതി കൊടുക്കുന്നത് സർവകലാശാല യൂണിയന്റെ ചെയർമാനാണ് ആദ്യ പരാതി കൊടുക്കുന്നത്. രണ്ടാമത് പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയ്ക്ക് SFIയുടെ ജില്ലാ പ്രസിഡന്റ് നന്ദൻ, അദ്ദേഹം അതിന്റെ ബാക്കി ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങളും വിശദാംശങ്ങളും പോലീസിന് കൈമാറുകയും വിജിലൻസിന് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ജഡ്ജിൽ ഒരാളെ സർവകലാശാലയുടെ ഒരു റൂമിനകത്ത് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണം. അതോടൊപ്പം തന്നെ അവിടെയുള്ള ജീവനക്കാരും അത് കണ്ടതായിട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ SFI ഒരു തരത്തിലും ആളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, മർദ്ദിച്ചിട്ടില്ല. ഒരു നിലയ്ക്കുള്ള ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല, ഒരു നിലയ്ക്കുള്ള മർദ്ദനം ഉണ്ടായിട്ടില്ല. ഇപ്പോ നമ്മുടെ മുൻപിൽ വസ്തുതകൾ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തെ ഞങ്ങൾ ആ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പോലീസ് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ തന്നെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ടല്ലോ. ആ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പരിശോധിക്കാലോ. ഇതിന്റെയൊക്കെ ഡോക്യുമെന്റ്സ് എവിഡൻസ് നിൽക്കുമ്പോൾ ഇങ്ങനെ വായുവിന് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടാക്കുകയാണ്, അനാവശ്യമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. SFI ആക്രമിച്ചു എന്നുള്ള, അല്ലെങ്കിൽ SFI ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു ചിത്രീകരണം നടത്തുന്നത് അല്ല. അതിനകത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ആരോപണം, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള എന്തെങ്കിലും വിവരത്തിന്റെ പുറത്തായിരിക്കും. വീട്ടുകാരും SFI മർദ്ദിച്ചു എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി SFI ആക്രമിച്ചു, SFI മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ്. അതെന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ്. ഞങ്ങളത് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നിന്ന, അല്ലെങ്കിൽ സർവകലാശാല യൂണിയന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ഒരാളും ആ നിലയ്ക്കുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരെ നിരന്തരമായിട്ട് വിവിധ ക്യാമ്പസുകളിലായിട്ട് ആക്രമിക്കുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ അതിൽ SFIയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, ആദർശിനെതിരെ. അത് ഏത് ക്യാമ്പസിലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല.
അത് അങ്ങനെ ഒരു കേസെടുത്തതും എൻ്റെ ശ്രദ്ധയിലില്ല. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ചിത്രീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഈ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് KSU നടത്തിയിട്ടുള്ള ഒരു മാർച്ച് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു സംഘർഷവുമില്ലാതെ ബോധപൂർവ്വം കലോത്സവം അലങ്കോലപ്പെടുത്തണം എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് SFIക്കാർ ആക്രമിച്ചു എന്നുള്ള നിലയിലേക്കുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മാർച്ച് നടന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ക്യാമ്പസിനകത്ത് SFI ആക്രമണം നടത്തുന്നു എന്നുള്ള ഒരു പൊതുചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമം ഈ നാട്ടിലെ വലതുപക്ഷം കഴിഞ്ഞ കുറേ നാളുകളെ എടുത്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. അതങ്ങനെയല്ല എന്നുള്ളത് വസ്തുത നിരത്തി കണക്ക് നിരത്തി പലയാവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കഴിഞ്ഞ 53 വർഷമായിട്ടുള്ളൂ, 54 വർഷമായിട്ടുള്ള SFI പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഈ നാളുകളിൽ 54 വർഷത്തെ കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി ആരാക്രമിക്കപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാതൃഭൂമി ഉണ്ട്, മാതൃഭൂമി ദിവസങ്ങൾ മാതൃഭൂമി ഇല്ല മാതൃഭൂമി ചാനൽ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ക്യാമ്പസുകൾക്കകത്ത് കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഫീച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2-3 എപ്പിസോഡ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തേക്ക് നിങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാവുന്നില്ലല്ലോ. കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഒരാളെയും മർദ്ദിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഞാൻ ഈ ഘട്ടം വരെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. സ്വഭാവമായിട്ടൊരു പരാതി വന്നു കഴിഞ്ഞാൽ പ്രാഥമികമായി കേസ് എടുത്തിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെ പരാതിപ്പെടുന്ന നിലയിലേക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെവിടെയോ ക്യാമ്പസിനകത്തൊരു സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി SFI തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷത്തിനും ഒരു അക്രമ പ്രവർത്തനത്തിനും SFI നേതൃത്വം കൊടുത്തിട്ടില്ല.